ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതേപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഇതിൽ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും. വാട്ട് ഈസ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മീനിങ് ആൻഡ് ഡെഫിനേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. ഇനി അതിൽ അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് OB എന്താണല്ലോ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കുക. അല്ലെങ്കിൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഏതെങ്കിലും ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ടായിരുന്നു, essay ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ടായിരുന്നു, 2 മാർക്കിനും ചോദിച്ചിരുന്നു. നേച്ചർ ആൻഡ് സ്കോപ്പ് ഇതാണ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് OB എന്താണെന്നുള്ളത് നേച്ചർ സ്കോപ്പ് നിർബന്ധമായി പഠിക്കുക. നെക്സ്റ്റ് അതിൻ്റെ ഫീച്ചേഴ്സ്, ഇത്രയാണ് അതിൽ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അസംഷൻസ് എന്ന് പറയുന്നത് ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ മോഡൽസും, ഈ 2 കാര്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. മെയിനായിട്ട് OB എന്താണെന്നുള്ളത് നേച്ചർ, ഫീച്ചേഴ്സ്, സ്കോപ്പ് അതെല്ലാം നന്നായി നോക്കുക. പിന്നെ വന്നൊരു ക്വസ്റ്റ്യനാണ് ഏതൊക്കെ ഡിസിപ്ലിൻസിൽ OB യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഡിസിപ്ലിൻസ് ഏതൊക്കെയാണ്? സൈക്കോളജിയിൽ, സോഷ്യൽ സൈക്കോളജിയിൽ, സോഷ്യോളജിയിൽ, അതേപോലെ തന്നെ ആന്ത്രപ്പോളജിയിൽ, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, essay ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നമുക്ക് ഏതൊക്കെ ഡിസിപ്ലിൻസിൽ OB യൂസ് ചെയ്യുന്ന എഞ്ചിനീയറിംഗ്, മെഡിസിൻസ്, സിമാൻറ്റിക്സ്. അപ്പോൾ 9 പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ essay ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇനി നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, വാട്ട് ഈസ് ഇൻ്റർനാഷണൽ OB, എന്താണ് ഇൻ്റർനാഷണൽ OB എന്നുള്ളത്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ കവർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നോക്കാം. ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഓർഗനൈസേഷൻ ബിഹേവിയർ. എന്താണ് സോഷ്യൽ സൈക്കോളജി, ആന്ത്രപ്പോളജി, സൈക്കോളജി എന്നൊന്നും എടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഏതൊക്കെ ഡിസിപ്ലിനിൽ അത് യൂസ് ചെയ്യുന്നു എന്ന് essay പഠിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമുക്ക് ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഷോർട്ട് essay ആയിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നൊരു ക്വസ്റ്റ്യൻ OB എന്താണെന്നുള്ളത് ഷോർട്ട് ആൻസറിൽ വന്നു. ഷോർട്ട് essayയിൽ വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. റിലേറ്റഡ് ഡിസിപ്ലിൻ ചോദിച്ചിരുന്നു, ഫീച്ചേഴ്സ് ചോദിച്ചിരുന്നു. അപ്പോൾ അസംഷനും കൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് ഏതൊക്കെ ഡിസിപ്ലിൻസിലാണ് OB യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ OBയുടെ നേച്ചർ ആൻഡ് സ്കോപ്പ്. ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചാപ്റ്റർ 2ലേക്ക് പോവാം. ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബിഹേവിയറാണ്. എന്താണ് ഇൻഡിവിജ്വൽ ബിഹേവിയർ? എല്ലാ ടോപ്പിക്കിൻ്റെയും അല്ലെങ്കിൽ ചാപ്റ്റേഴ്സിൻ്റെയും ഹെഡിങ് എന്താണോ അതെന്തായാലും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്താ നോക്കുക. തീർച്ചയായിട്ടും ചാൻസ് കൂടുതൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. പിന്നെ 2 മാർക്കിന് നമുക്കറിയാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പേഴ്സണാലിറ്റി, വാട്ട് ഈസ് പെർസെപ്ഷൻ. ഇത് രണ്ടും ചോദ്യം വന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ചോദിച്ചത് വാട്ട് ഈസ് മോട്ടിവേഷൻ ചോദിച്ചതാണ്. ലേണിംഗ് എന്താണ്? അപ്പോൾ ഇതിലത്തെ ഈ ഒരു 3-4 പോയിന്റ് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാല്യൂസ് ഇതെന്തായാലും ഒന്ന് നോക്കി വയ്ക്കുക. അതേപോലെ തന്നെ അതിൻ്റെ മൊത്തത്തിലുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ ഇതാണ് നമുക്കൊരു essay ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാൻ ചാൻസ്. ഇനി ഇതിൽ ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ്സ് എന്താണ് എന്നുള്ളതൊന്നും ചോദിച്ചിട്ടില്ല ഇതുവരേക്ക്. പിന്നെ ചോദിച്ചത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ, പേഴ്സണാലിറ്റിയിൽ നിന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. പേഴ്സണാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയും നമുക്കത് എഴുതാം. ഫീച്ചേഴ്സ് എന്താണ് പേഴ്സണാലിറ്റി, ഇത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പേഴ്സണാലിറ്റിയുടെ ഫീച്ചർ എന്താണ്? അപ്പോൾ പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കുക, ഫീച്ചേഴ്സ് നോക്കുക, അതേപോലെ അതിൻ്റെ സ്റ്റേജസ് ജസ്റ്റ് ഒന്ന് നോക്കുക. അല്ലെങ്കിൽ ഫ്രോയിഡിയൻ സ്റ്റേജ് എന്താണെന്നുള്ളതോ അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ 3 സ്റ്റേജ് എന്താണെന്നൊന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി. ഒരു പേഴ്സണാലിറ്റീനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണുള്ളത്? തീർച്ചയായിട്ടും പഠിക്കുക. essay ക്വസ്റ്റ്യന് നല്ല സ്കോപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പേഴ്സണാലിറ്റി എന്താണെന്നുള്ളതും ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഡിറ്റർമിനൻസ് എന്താണെന്ന് നിർബന്ധമായിട്ടും പഠിക്കുക. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു 2 മാർക്ക്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ വാട്ട് ഡു യു മീൻ ബൈ ട്രെയ്റ്റ്, എന്തിനാണ് ട്രെയ്റ്റ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എന്താണെന്ന് ചോദിക്കാം. വാട്ട് ഈസ് ലോക്കസ് ഓഫ് കൺട്രോൾ 2 മാർക്സിനെ എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ എന്തിനെയാണ് ഇൻട്രോവേർഷൻ ആൻഡ് എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്നത്? സെൽഫ് എഫിക്കസി, ഇനി വരാനുള്ള ചാൻസിലൊരു ക്വസ്റ്റ്യൻ സെൽഫ് എഫിക്കസി എന്താണെന്നുള്ളത് ചോദിക്കാം. അതേപോലെ തന്നെ മാക്കിയവെല്ലിനിസം എന്താണ്? പിന്നെ ടൈപ്പ് A, ടൈപ്പ് B പേഴ്സണാലിറ്റി എന്താണ്?
ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ 9 പോയിന്റ്, അതായത് 9, 10 പോയിന്റ് ഇവിടെ തെറ്റിപ്പോയിരിക്കുകയാണ്. 10ാമത്തെ പോയിന്റാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് എസ് എ ക്വസ്റ്റൻ ആയിട്ട് പഠിക്കുമ്പോൾ തീർച്ചയായും ഡിറ്റർമിനൻസ് ആണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ അതിൽ പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ് നമ്മൾ പഠിച്ചത്. 10 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് നിങ്ങൾ എസ് എ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ 2 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഇനി ഇങ്ങനെ ചോദിക്കാം, ഏതാണ് ബിഗ് 5 ആയിട്ടുള്ള, അങ്ങനെ ചോദിക്കുമ്പോൾ മാത്രമാണ് ഈ പോയിന്റുകൾ എഴുതേണ്ട ആവശ്യമുള്ളൂ. പ്രധാനപ്പെട്ട 5 പേഴ്സണാലിറ്റി ട്രേറ്റ് എന്ന് ചോദിക്കുമ്പോൾ അഗ്രിയബിൾനെസ് എഴുതണം, അതുപോലെ സയൻഷ്യസ്നെസ് എഴുതണം അവിടെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ന്യൂറോട്ടിസം എന്താണെന്ന്. അപ്പോൾ ഇത് 2 മാർക്കിന് ഇവിടെ ചോദിക്കാം. എക്സ്ട്രാവേർഷനും ഓപ്പൺനെസ്സും, ഇതാണ് 5 ബിഗ് എന്ന് ചോദിച്ചാൽ മാത്രം എഴുതേണ്ട ആ ഒരു ക്വസ്റ്റ്യൻസ്. അപ്പോൾ ജസ്റ്റ് ഇത് അതിൻ്റെ ആ ചിത്രമൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ പേഴ്സണാലിറ്റി തിയറീസ് തീർച്ചയായിട്ടും നോട്ട് ചെയ്യണം. വാട്ട് ഈസ് ട്രേറ്റ് തിയറി? 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഏതൊക്കെ തിയറി പേഴ്സണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരേണ്ട? ഒന്ന് ട്രേറ്റ് തിയറി, തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു തിയറിയാണ്. ഫ്രോയിഡിൻ്റെ ആ 3 കാര്യങ്ങൾ, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ആ 3 പോയിന്റുകൾ എന്തായാലും നോക്കുക. ഫ്രോയിഡ് തിയറി എന്താ ചോദിച്ചാൽ, ട്രേറ്റ് തിയറി വന്ന ക്വസ്റ്റ്യൻ ആണ്. ഫ്രോയിഡ് തിയറി ചോദിച്ചാൽ ഈ 3 5 മാർക്കിന് അവിടെ എഴുതേണ്ടത്. അതേപോലെ തന്നെ സോഷ്യൽ ലേണിംഗ് തിയറി എന്താണെന്ന് 2 മാർക്സിന് ചോദിക്കാം. ഹോളിസ്റ്റിക് തിയറീസ് എന്ന് വേണമെങ്കിലും ചോദ്യം വരാം. അപ്പോൾ ഇതിൽ നമുക്കിവിടെ നോക്കി തന്നെ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഒന്ന് പേഴ്സണാലിറ്റി നിർബന്ധമായും പഠിക്കുക. പേഴ്സണാലിറ്റി ട്രേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തിനാണ് ഇഡ് എന്ന് പറയുന്നത്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പോൾ തന്നെ ഇവിടെ ഫ്രോയിഡിയൻ തിയറിയോടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്തിനാണ് ലേൺഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറയാം. ലോക്കസ് ഓഫ് കൺട്രോൾ, സെൽഫ് എസ്റ്റീം, സെൽഫ് എഫിക്കസി, ഈ ടേമുകളൊക്കെ നല്ല ചാൻസ് കൂടുതലുള്ളതാണ്. മാക്കിയവലിനിസം എന്താണ്, ഡോഗ്മാറ്റിസം, ടൈപ്പ് എ പേഴ്സണാലിറ്റിയും ടൈപ്പ് ബി പേഴ്സണാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ എക്സ്ട്രോവേർഷനും ഇൻട്രോവേർഷനും അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ ഷോർട്ട് എസ്സേയിൽ ചോദിച്ചത് പേഴ്സണാലിറ്റിയുടെ ഫീച്ചേഴ്സ് ആണ്. അതിൻ്റെ സ്റ്റേജസ് ചോദിച്ചിട്ട് ട്രേറ്റ് തിയറി എന്താണെന്നുള്ളതും അതിൻ്റെ ആ ഫ്രൂയിഡ് തിയറിയുടെ 3 സ്ട്രക്ചേഴ്സ്, പേഴ്സണാലിറ്റി ട്രേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത്, പേഴ്സണാലിറ്റി എന്താണ്, പേഴ്സണാലിറ്റി ട്രേറ്റ് എന്താണ്. ഈ ഒരു 3 എസ്സേ പഠിച്ചാൽ തന്നെ ഇതിൻ്റെ ഈ 2 മാർക്കിനും 5 മാർക്കിനും എഴുതാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഇനി ചാപ്റ്റർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെപ്ഷനാണ്. പെർസെപ്ഷനിൽ പ്രധാനമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പെർസെപ്ഷൻ. നിർബന്ധമായിട്ടും പെർസെപ്ഷൻ എന്താണെന്നുള്ളത് പഠിക്കുക. പെർസെപ്ഷൻ്റെ ഫീച്ചേഴ്സ് നോട്ട് ചെയ്യുക. ജസ്റ്റ് ഡിഫറൻസ് ഒക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി പെർസെപ്ച്വൽ പ്രോസസ്സ് എന്താണെന്നുള്ളത്. പെർസെപ്ച്വൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിൽ 5 മാർക്കിന് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇവിടെ 5 പോയിന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ പെർസെപ്ഷൻ എന്താണെന്നുള്ളത് പഠിക്കുക. ഫീച്ചേഴ്സ് നിർബന്ധമായി പഠിക്കുക. പെർസെപ്ച്വൽ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ. അത് എന്തായാലും പഠിച്ചു വയ്ക്കുക. എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ധാരാളം ചാൻസ് കൂടുതലുള്ളതാണ്. കാരണം അവിടെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും വരുന്നുണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്സേക്ക് നല്ല ചാൻസുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ് അവിടെ വരുന്നത്. ഇനി അപ്പോൾ പെർസെപ്ഷൻ എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് മെയിനായിട്ട് ഫീച്ചേഴ്സും, പിന്നെ പെർസെപ്ച്വൽ ബാരിയേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് അതിന് തടസ്സങ്ങളായി നിൽക്കുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. പെർസെപ്ച്വൽ ബാരിയേഴ്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. വാട്ട് ഈസ് ആട്രിബ്യൂഷൻ തിയറി? 2 മാർക്സിന് ചോദിക്കാം. എന്തിനാണ് ആട്രിബ്യൂഷൻ തിയറി എന്ന് പറയുന്നതെന്ന് ചോദ്യം വരാം. പിന്നെ സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് ആണ്. എവിടെയൊക്കെയാണ് ഈ പെർസെപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അത് 5 മാർക്കിന് ചോദ്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. 6 പോയിന്റുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ 2 മാർക്സിന് ഇവിടെ എന്തൊക്കെയാണ്, പെർസെപ്ഷൻ എന്താണെന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. സെൻസേഷൻ നോട്ട് ചെയ്യുക. സ്റ്റിമുലി എന്താണെന്നുള്ളത് നോക്കുക. ആട്രിബ്യൂഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കുക. പെർസെപ്ച്വൽ ബാരിയേഴ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ആ എസ്സേ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ, പെർസെപ്ഷനും ഫീച്ചേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും, ആട്രിബ്യൂഷൻ തിയറി, അതേപോലെ തന്നെ അതിൽ ബാക്കിയൊക്കെ 5 മാർക്കിന് ചോദിക്കാം. ഫീച്ചേഴ്സ് ഓഫ് പെർസെപ്ഷൻ എന്താ ചോദിക്കാം, ഡിഫറൻസ്, പെർസെപ്ച്വൽ പ്രോസസ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ബാരിയേഴ്സ് എന്താ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് 4ാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 2 മാർക്സ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ലേണിംഗ്. ലേണിങ്ങിൻ്റെ പ്രധാനപ്പെട്ട 4 എലമെൻറ്റ് നിർബന്ധമായിട്ട് പഠിക്കും. നമ്മളൊരു കാര്യം ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അറിയാത്ത കാര്യത്തിൽ നിന്ന് അറിവിലേക്ക് വരുന്നു, അതാണ് ലേൺ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. അപ്പോൾ അതൊരു ചേഞ്ചിങ് പ്രോസസ്സാണ്. ആ ചേഞ്ച് പെർമനൻ്റ് ആണ്. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റുകൾ പിന്നെ അവിടെ ആവർത്തിക്കുന്നില്ലല്ലോ.
പെർമനൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബിഹേവിയറൽ ആക്ഷനെ സെറ്റ് ചെയ്യുന്നുണ്ട്. മീനിങ് എക്സ്പീരിയൻസ് ആവശ്യമായിരിക്കും. അപ്പോൾ ലേണിംഗ് നിർബന്ധമായിട്ട് നോക്കേണ്ട കാര്യമാണ്. ഫീച്ചേഴ്സ്, ലേണിംഗ് പ്രോസസ്സ്. ഇനി ഇതിൽ നോക്കേണ്ടത് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ഫീച്ചേഴ്സ്, ലേണിംഗ് പ്രോസസ്സ് നോക്കുക. നെക്സ്റ്റ് തിയറീസ്. ഏതൊക്കെ തിയറീസ് ഇവിടെ വരുന്നുണ്ട്? ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്താണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് 2 മാർക്കിനൊക്കെ ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്താണ്, അത് മാത്രം നോക്കുക. ഇനി 2 മാർക്കിന് വരാവുന്ന വാട്ട് ഈസ് കോഗ്നിറ്റീവ് തിയറി ഓഫ് ലേണിംഗ്. അപ്പോൾ ഈ തിയറീസൊക്കെ ഓപ്പറാൻഡ് കണ്ടീഷനിങ്, കോഗ്നിറ്റീവ് തിയറി, അതൊക്കെ 2 മാർക്കിനെ പഠിച്ച എസ്സേ ചോദിച്ചാലും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറീസ് ഏതാണെന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് തിയറി വരുന്നത്. അപ്പോൾ 2 മാർക്സിന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി അതിൽ തന്നെ ആ കണ്ടീഷനിങ്ങിൽ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 മാത്രം നോട്ട് ചെയ്ത് വയ്ക്കുക. വേറെ ഒന്നും നിങ്ങൾക്ക് പഠിക്കണ്ട. പിന്നെ ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്താണെന്ന് മാത്രം നോക്കുക. അതേപോലെ തന്നെ കോഗ്നിറ്റീവ് തിയറി ഓഫ് ലേണിംഗ് എന്താണെന്ന് അവിടെ 2ാമത്തെ ഇതായി നോക്കുക. 3ാമത്തെ 2 മാർക്കിനും ചോദിക്കുക സോഷ്യൽ ലേണിംഗ് തിയറി എന്താണ്. അപ്പോൾ അതിൽ ഈ പോയിന്റുകളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത്. പിന്നെ 4 പോയിന്റ് അവിടെ ലേണിംഗ് കർവ് എന്താണെന്ന് 2 മാർക്സിന് ചോദിക്കാം. വേറെ ഒന്നും ചോദിക്കില്ല. ലേണിംഗ് കർവ് വേണമെങ്കിൽ ചോദിക്കുക. അതിൻ്റെ ലിമിറ്റേഷൻ വരാൻ ചാൻസ് ഉള്ളതാണ്. പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അതൊന്ന് വരാൻ ചാൻസ് കൂടുതലുള്ള 5 മാർക്ക്, 2 മാർക്ക് എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കാം ലേണിംഗ് എന്താ നോക്കാം. അതിൻ്റെ കീ എലമെൻറ്റ്, ഡ്രൈവ് ഒന്നും ചോദിച്ചിട്ട് തന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറാൻഡ് കണ്ടീഷനിങ്ങും ലേണിംഗ് കർവ് എന്താണെന്നുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഇതെന്തായാലും ഒന്ന് കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. പിന്നെ ലേണിംഗ് എന്താണെന്നുള്ളതും ഫീച്ചേഴ്സും നേച്ചറും സ്കോപ്പൊക്കെ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റെപ്സ്, ഏതെങ്കിലും ഒരു കണ്ടീഷനിങ് തിയറി നേരത്തെ നമ്മൾ 2 മാർക്സിന് പറയുന്നതിനൊപ്പം തന്നെ അതൊരു 5 മാർക്കിനുള്ള പോയിന്റുകളിൽ ഞാൻ ആ രീതിയിൽ തന്നെ നോട്ട് ചെയ്യാം. എസ്സേ ആയിട്ട് ചോദിച്ചാൽ ലേണിംഗ് എന്താണെന്നുള്ളതും അതിൻ്റെ തിയറീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് 2 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. പിന്നെ അവിടെ മെയിനായി നോക്കുന്നത് ലേണിംഗ് എന്താ നോക്കുക, ഫീച്ചേഴ്സും അതിൻ്റെ പ്രിൻസിപ്പിൾസും. ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഇവിടുന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചാൻസ് ഏറ്റവും കൂടുതൽ വരുന്ന വാട്ട് ഈസ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് 2 മാർക്സിന്. എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്? അപ്പോൾ ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് എന്തിനാണ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിച്ചിരുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചു. അതിൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. 1ാമത്തേൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു വാട്ട് ഈസ് ഫോർമൽ ഗ്രൂപ്പ് ആയിരുന്നു. 2ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് എന്തായിരുന്നു? ഇൻഫോർമൽ ഗ്രൂപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചു. ഇൻഫോർമലും ഫോർമലും വന്നിട്ടുണ്ട് അവിടെ. എന്തൊക്കെ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ആണെന്നുള്ളത് അവിടെ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഏതാണെന്നൊക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്നില്ലെങ്കിൽ ഈ സ്റ്റേജസ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ എന്തിനാണ് ഫോമിങ് എന്ന് പറയുന്നത്, സ്റ്റോമിങ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നോമിങ്. ഈ ഒരു 3 ടേമുകൾ ഇമ്പോർട്ടൻ്റ്. പെർഫോമിങ് അത്രത്തോളം ഇല്ലെങ്കിലും ബാക്കി 3 ടേമുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേജ് 5 അഡ്ജേണിങ്. എന്താണ് അഡ്ജേണിങ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഈ 5 സ്റ്റേജുകൾ 10 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അല്ലെങ്കിൽ ഫോമിങ്ങും സ്റ്റോമിങ്ങും നോമിങ്ങും 2 മാർക്സിനും വരാം. ഇനി നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഫോർമൽ ഗ്രൂപ്പും ഇൻഫോർമൽ ഗ്രൂപ്പ് എന്താണെന്ന് ഓൾറെഡി 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗ്രൂപ്പ് ബിഹേവിയറിൻ്റെ ബേസിക് ഫോഴ്സസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ഗ്രൂപ്പ് നോംസ് എന്താണ്? ഇതാണ് 2 മാർക്സിന് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഗ്രൂപ്പ് നോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് കൊഹസീവ്നെസ്. ഇത് രണ്ടും നല്ല ഇമ്പോർട്ടൻറ്റ് ടേമുകളാണ്. എന്തിനാണ് ഗ്രൂപ്പ് നോംസ്? ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനുമാണ്. നെക്സ്റ്റ് ഡൈനാമിക്സ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഗ്രൂപ്പ് നോംസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. എന്തിനാണ് ഗ്രൂപ്പ് നോംസ് എന്ന് പറയുന്നത്, അതിൻ്റെ ടൈപ്സ്, എത്ര ഗ്രൂപ്പ് നോംസ് ഉള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇൻ്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്. ഇൻ്റർ ആൻഡ് ഇൻട്രാ ചോദിക്കാം. അടുത്തത് എക്സ്പാൻഡ് ചെയ്ത് ചോദിച്ചാൽ ഗ്രൂപ്പ് കൊഹസീവ്നെസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം.
അതിൻ്റെ ഫീച്ചേഴ്സ്, കോസീവ്നെസ് എന്താണ്, ഫീച്ചേഴ്സ് നോട്ട് ചെയ്തോളുക, അതിൻ്റെ ഫാക്ടേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രൂപ്പ് കോസീവ്നെസ്സും ഫാക്ടേഴ്സും അതിൻ്റെ ഫീച്ചേഴ്സും 12 പോയിന്റ് വരുന്ന. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാൻ ധാരാളം ചാൻസ് കൂടുതലുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഗൈഡ് ലൈൻസ്, ഇംപ്രൂവ് ഇഫക്റ്റീവ്നെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ടീം വർക്ക്? എന്താണ് ടീം വർക്ക് എന്ന് പറയുന്നത്? ടീം വർക്ക് കഴിഞ്ഞിട്ട് ടൈപ്സ് ഓഫ് ടീം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഫോർമൽ ടീം എന്താ ചോദിക്കാം. അതേപോലെ തന്നെ വെർച്വൽ ടീം എന്താ, 2 മാർക്സ് ചോദിക്കാം. വാട്ട് ഈസ് വെർച്വൽ ടീം ചോദിക്കാം. ഇഫക്റ്റീവ് ടീം എന്താണ്, ടീം ടൈപ്സ് ഓഫ് ടീം എന്നുള്ള ക്വസ്റ്റ്യൻസിൽ പിന്നെ 5-6 പോയിന്റുകൾ ഇവിടെ വെർച്വൽ ടീം എന്താണെന്നൊക്കെ നോട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 2 മാർക്സ് ചോദിക്കാൻ ചാൻസ് ധാരാളം. ഇപ്പോൾ ടീം കൊഹസീവ്നെസ് ചോദിച്ചു, അതുപോലെ ഗ്രൂപ്പ് നോംസ് ചോദിച്ചു, ടീം ബിൽഡിങ് വരാൻ ധാരാളം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളവിടെ നേരത്തെ പറഞ്ഞ ആ സ്റ്റേജസ് തന്നെ അവിടെ വരുന്നത്, ഫോമിങ്ങും നോമിങ്ങും സ്റ്റോമിങ്ങും ഒക്കെയാണ് തന്നെ വരുന്നത്, പെർഫോമിങ് ആൻഡ് അഡ്ജേൺമെൻറ്റ്. അപ്പോൾ അതിൽ ടീം ബിൽഡിങ് എന്താണെന്ന് ചോദിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ടീം റോൾ. എന്തിനാണ് ടീം റോൾസ് എന്ന് പറയുന്നത്? അപ്പോൾ ആക്ഷൻ ഓറിയൻറ്റഡും പീപ്പിൾ ഓറിയൻറ്റഡും തോട്ട് ഓറിയൻറ്റഡും. അപ്പോൾ ഒരു എസ് എ ക്വസ്റ്റ്യൻ, ടീം റോള്. നെക്സ്റ്റ് ഗ്രൂപ്പ് നോംസ് ഒക്കെ ചോദിച്ച പോലെ ഇനി വരാൻ സാധ്യതയുള്ള ടീം ബിൽഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്, ടീം നോംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടീം നോംസ് അതേപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ, ടീമിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ചിലപ്പോൾ ടീം ഇഫക്റ്റീവ്നെസ്സും അതേപോലെ തന്നെ ടീമിൻ്റെ നോംസും ടീം കൊഹസീവ്നെസ്സും, ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. കാരണം ഗ്രൂപ്പിൻ്റെ ആയിരുന്നു ഈ 3 പോയിന്റുകൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് അവർ മാറി ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കൂ. ഗ്രൂപ്പ് എന്താണെന്ന് വന്നു, ഫോർമൽ ഗ്രൂപ്പും ചോദിച്ചു, ഇൻഫോർമൽ ഗ്രൂപ്പും ചോദിച്ചു. ഇനി ടാസ്ക് ഗ്രൂപ്പൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത്, ഗ്രൂപ്പ് ബിഹേവിയർ, ഗ്രൂപ്പ് ഡൈനാമിക്, ഗ്രൂപ്പ് കൊഹസീവ്നെസ്, ഇതെല്ലാം ചോദിച്ചാൽ. അപ്പോൾ ഇനി ഇതെല്ലാം നേരെ ടീമിലേക്ക് വരാം. അതായത് ടീം ബിഹേവിയർ, ടീം ഡൈനാമിക്സ്, ടീം കൊഹസീവ്നെസ്, ടീം റോള്, ടീം ബിൽഡിങ്, ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് നന്നായിട്ട് പഠിക്കുക. കാരണം അവർ ഗ്രൂപ്പ് വിട്ടു എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് മൂവ് ചെയ്യേണ്ടത് ഈ ടീമിലേക്കാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിക്കുക. കാരണം അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗുണമായിരിക്കും. ഒപ്പം തന്നെ അതിനോട് അടുത്ത് നിൽക്കുന്ന പോയിന്റുകൾ പറഞ്ഞാൽ ഇതൊക്കെയാണ് ആ പോയിന്റുകൾ ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇനി എന്താണ് ഗ്രൂപ്പിൻ്റെ ഫീച്ചേഴ്സ്, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനും ഫോർമൽ ഗ്രൂപ്പൊക്കെയാണ് ഇവിടെ നമുക്ക് ഷോർട്ട് എസ്സേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ ക്വസ്റ്റ്യൻ വരാൻ ധാരാളം ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണിത്. കാരണം ഇതിലൊന്നും പ്രത്യേകിച്ച് ഒഴിവാക്കാനില്ല. അതിൽ ഗ്രൂപ്പ് നോമ്, അതുപോലെ ബിൽഡിങ്, കോഹസീവ്നെസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രോസസ്സ്, ടീം ബിൽഡിങ്, റോള്, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ക്വസ്റ്റ്യൻ വന്നത് കോഹസീവ്നെസ്സും അതിൻ്റെ ഫാക്ടേഴ്സുമാണ് ചോദിച്ചത്. അപ്പോൾ ഗ്രൂപ്പും ഡിഫറെൻറ്റ് ടൈപ്സ് ഗ്രൂപ്പ്സും അവിടെ വരാം. മോട്ടിവേഷനിൽ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ കിട്ടിയത് 1-2 മാർക്സിന് വാട്ട് ഈസ് മോട്ടിവേഷൻ. അപ്പോൾ അതെന്തായാലും പഠിച്ചോളാം. എന്താണ് മോട്ടിവേഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ്, മോട്ടിവേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ്, മോട്ടിവേഷൻ പ്രോസസ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത്. ഇനി അതിൽ തന്നെ തിയറീസ് എന്താണ്, മോട്ടിവേഷൻ തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി ആയിരുന്നു. അപ്പോൾ അത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചു. ഒപ്പം തന്നെ അതിൽ തന്നെ ഇടയിൽ വരുന്ന ഒരു നീഡ്, ഫിസിയോളജിക്കൽ നീഡ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു സോഷ്യൽ നീഡ് എന്താണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മാർക്കിനായിട്ട് ആ നീഡിനെ അങ്ങനെയും ചോദിച്ചു. ഒപ്പം തന്നെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി ആയിട്ടും ചോദിച്ചു. അപ്പോൾ തിയറീസ് ഓഫ് മോട്ടിവേഷൻ, അപ്പോൾ ഇതിൽ സോഷ്യൽ നീഡ്സ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് എസ്റ്റീം നീഡ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്താണെന്ന് വരാം. ഇവിടെ നിർബന്ധമായിട്ടും മാസ്ലോൻ്റെ തിയറി പഠിച്ചോളുക. മോട്ടിവേഷൻ തിയറി എന്താണെന്നുള്ളതും ആ 5 കാര്യങ്ങളും അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും നോട്ട് ചെയ്തോളുക. പിന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ് ഹേഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി. ഇതും ചോദിച്ചു. മോട്ടിവേഷണൽ തിയറി ഫാക്ടേഴ്സും ഹൈജീൻ ഫാക്ടേഴ്സും എന്താണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പക്ഷേ ഇവിടെ ചോദിച്ചപ്പോൾ നമുക്ക് എസ് ആയിട്ടുള്ള ചോദിച്ചത്, പകരം 2 മാർക്സിനായിട്ട് വാട്ട് ഈസ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ 2 തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മെറിറ്റും ക്രിറ്റിസിസവും നന്നായിട്ട് നോട്ട് ചെയ്യുക.
ERG തിയറി ചോദിച്ചിട്ടില്ല. ERG തിയറി ഇതുവരെ ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഈ 2 മാർക്കിന് ചിലപ്പം എക്സിസ്റ്റൻസും റിലേറ്റഡ്നെസ്സും ഗ്രോത്ത് നീഡ്സും ഒക്കെ ജസ്റ്റ് ഒന്ന് ആ ഡിഫറൻസുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് 5 മാർക്കിന് ചോദിക്കാൻ മാത്രമേ ചോദിക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മോട്ടിവേഷൻ തിയറീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി എഴുതാം. അതേപോലെ തന്നെ ഹൈജീനും മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഹേഴ്സ്ബർഗിൻ്റെ തിയറി എഴുതാം. മാക്ലലൻസിൻ്റെ അച്ചീവ്മെൻറ്റ് തിയറി എഴുതാം. ആഡ്ലർ ERG തിയറി എഴുതാം ആഡ്ലറുടെ. അപ്പോൾ അതെല്ലാം എഴുതുമ്പോൾ കുറച്ച് മാത്രം നിങ്ങൾക്ക് എഴുതേണ്ടി വരുള്ളൂ. എസ് ആയിട്ടാണ് ചോദിക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഏതെങ്കിലും മോട്ടിവേഷൻ തിയറി ചോദിക്കുമ്പോൾ ജസ്റ്റ് ആ തിയറി അതിൻ്റെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ എലമെൻറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ മെറിറ്റ് ഡിമെറിറ്റ് ഇതൊക്കെ വരാം. പിന്നെ നമുക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ് തിയറിയും വൈ തിയറിയും. അപ്പോൾ അത് 2 മാർക്കിന് ചോദിക്കാം. എന്താണ് എക്സ് തിയറി ചോദിക്കാം, എന്താണ് വൈ തിയറി എന്നും ചോദിക്കാം. അതിൻ്റെ അസംഷൻസ് മാത്രം. അപ്പം 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ തിയറി എക്സ് ആണ് എന്താണെന്ന് ചോദിക്കാം, അതിൻ്റെ അസംഷൻ. തിയറി വൈ എന്താണ്, അതിൻ്റെ അസംഷൻസ് ചോദിക്കാം. കമ്പാരിസൺ, എക്സും വൈയും തമ്മിലുള്ള കമ്പാരിസൺ. ഇത്രയാണ് കണ്ടന്റ് തിയറീസ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് എ ചോദിക്കുകയെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടന്റ് തിയറീസ് എന്ന് ചോദിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം എല്ലാവരുടെ പേരും മെയിൻ കണ്ടന്റ് മാത്രം അവിടെ കൊടുത്താൽ തന്നെ 10 മാർക്കിന് എസ് ആയിട്ട് അവിടെ എഴുതാം. ജസ്റ്റ് ഒരു 3-4 മെറിറ്റും ഡിമെറിറ്റൊക്കെ ഒന്ന് ആഡ് ചെയ്ത് എല്ലാം ഒന്ന് തൊട്ട് പോവുകയാണെങ്കിൽ നമുക്കത് എസ് ആയിട്ട് നന്നായിട്ട് പറയാൻ പറ്റും. ഇനി ഒന്നെന്നെ ചോദിക്കുകയാണെന്ന് വെച്ചാൽ അത് നമുക്ക് ആ ഒന്നിനെ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് അവിടെ വരുന്നു. ഇനി പ്രോസസ് തിയറിയിലേക്ക് വരുമ്പം ഇക്വിറ്റി തിയറി എന്താണ് എന്ന് 2 മാർക്കിനായിട്ട് ചോദിക്കാം. തിയറീസിൻ്റെ ഒക്കെ എപ്പോഴും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, പിന്നെ അതുപോലെ എക്സ്പെക്റ്റൻസി മോഡൽ, ബ്രൂംസ് എക്സ്പെക്റ്റൻസി മോഡൽ എന്താണ്, അതിൽ ആ 2 മാർക്കിനും പഠിച്ചാൽ മതി. ഇനി നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൈസയായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ വേജ് കൊടുക്കുന്നു, സാലറി, പീസ് വർക്ക്, ബോണസ്, അതൊക്കെ ഞാൻ ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞപ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ബോണസ് കൊടുക്കുന്നു, കമ്മീഷൻ കൊടുക്കുന്നു. പിന്നെ ചോദിച്ചൊരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഫ്രിഞ്ച് ബെനിഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഉള്ളിൽ തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ മോട്ടിവേഷൻ, ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നോൺ ഫിനാൻഷ്യലായിട്ട് വരുന്ന റിവാർഡ്സ് എന്തൊക്കെയാണ്. അപ്പം ഇവിടെ നമുക്ക് ചാൻസ് എങ്ങനെ അറിയോ, 2 മാർക്കിന് വരാം. വാട്ട് ഈസ് ജോബ് റൊട്ടേഷൻ, വാട്ട് ഈസ് ജോബ് എൻറിച്ച്മെൻറ്റ്, വാട്ട് ഈസ് ജോബ് എൻലാർജ്മെൻറ്റ്. ഈ 3 എണ്ണത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം ഇത് നോൺ ഫിനാൻഷ്യലായിട്ട് ഒരാൾക്ക് കൊടുക്കുന്ന റിവാർഡാണ്. ടീം വർക്കിംഗ് എന്താണ്, എംപവർമെൻറ്റ്. ഇനി ഈ ഇൻസെൻറ്റീവിൻ്റെ ഒക്കെ ആവശ്യകത എന്താണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അതൊക്കെ നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മുടെ പെർഫോമൻസ്, അപ്പോൾ നമുക്കൊരാൾ ധാരാളം പൈസ തരാൻ വില്ലിങ് ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യും, നന്നായിട്ട് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കും, നമ്മുടെ ക്വാളിറ്റി അത് പ്രോഗ്രാമിലൂടെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. പിന്നെ 2 തരത്തിലുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുക, എക്സിക്യൂട്ടീവ് ഇൻസെൻറ്റീവ് പ്രോഗ്രാമിൻ്റെ വാല്യൂ, പിന്നെ വർക്കിലൊരു വാല്യൂ ഉണ്ടാവും, ഇമോഷണൽ അപ്പീൽ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ആലോചിച്ചാൽ തന്നെ എഴുതാൻ പറ്റുന്ന പോയിന്റുകളാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിലത്തെ 2 മാർക്കിന് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കൂ. ഇതൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മോട്ടിവേഷൻ എന്താണ്, ഫിസിയോളജിക്കൽ നീഡ് ചോദിച്ചു, സേഫ്റ്റി നീഡ് ചോദിച്ചു, സോഷ്യൽ നീഡ്. അപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഇതിലിപ്പോൾ ചോദിച്ചത് ഏതൊക്കെയാണ്, മോട്ടിവേഷൻ ചോദിച്ചു, ഫിസിയോളജിക്കൽ ചോദിച്ചു, സോഷ്യൽ നീഡും ചോദിച്ചു, ബാക്കിയൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യാനും അല്ലാത്ത ചോദിക്കാനും കൂടെ ചാൻസ് ധാരാളമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ മോട്ടിവേഷണൽ തിയറീസ് എല്ലാം ഒന്ന് നിർബന്ധമായി നോക്കുക. പ്രോസസ് തിയറി ഒക്കെ 2 മാർക്കിനെങ്കിലും എഴുതാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ജസ്റ്റ് മെയിൻ പോയിന്റുകളെങ്കിലും ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ എസ് ആയിട്ട് വേണമെങ്കിൽ ഈ ഓരോ തിയറിയും അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും പ്രോസസ്സും ഒക്കെ ചോദ്യം എസ് ആയിട്ട് വരാം. അല്ലെങ്കിൽ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലുമായിട്ടുള്ള മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഇതിലിപ്പോൾ കൊടുത്തതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ എസ് ആയിട്ട് ചോദിച്ചപ്പോൾ കണ്ടില്ലേ, ഇവിടെ തന്നെ മോട്ടിവേഷനും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിയറീസാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ആഡ്ലേഴ്സ് ERG, പിന്നെ 4 essay ക്വസ്റ്റ്യൻ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ചിലത് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന 1ാമത്തെയും 4ാമത്തെയും ക്വസ്റ്റ്യൻ ആണ് മെയിനായിട്ട് സാധ്യത കൂടുതലുണ്ടായിരുന്നത്. മോട്ടിവേഷനും ഇമ്പോർട്ടൻറ്റ് തിയറീസും പിന്നെ വേരിയസ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. ഇത്രയാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. ചാപ്റ്റർ 7ലേക്ക് വരികയാണെങ്കിൽ
ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് എന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ അറിയാം എന്താണ് ലീഡർഷിപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ക്യാരക്ടറിസ്റ്റിക്സ്, ലീഡർഷിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ്, സോഴ്സസ്, ക്വാളിറ്റീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഒരു സക്സസ്ഫുൾ ലീഡറുടെ ക്വാളിറ്റി എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് അതിൽ 2 തരത്തിലാണ് പറയാൻ പറ്റുക. ഈ പറഞ്ഞ ഒരു 11 പോയിന്റും വരും, മാനേജീരിയൽ ആയിട്ടുള്ള ട്രേറ്റും കൂടി അവിടെ ചോദ്യം വരാം. പിന്നെ 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ലീഡർഷിപ്പ് സ്റ്റൈൽ അല്ലെങ്കിൽ ടൈപ്സ്. അത് എസ്സേ ആയിട്ടും ചോദിച്ചു, 5 മാർക്കിനും ചോദിക്കുക, 2 മാർക്സിനും ചോദിക്കുക, എങ്ങനെ വേണമെങ്കിൽ അത് ചോദിക്കാം. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കാം. ഇതിൽ തന്നെ ഫ്രീ റീനും ഓട്ടോക്രാറ്റിക് സ്റ്റൈലൊക്കെ 2 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പറ്റാനലിസ്റ്റിക് ലീഡർഷിപ്പ് എന്താ 2 മാർക്സിനും വരാം. അപ്പോൾ ഇവിടെ തന്നെ എസ്സേ കഴിഞ്ഞു, ലീഡർഷിപ്പ് എന്താണെന്നുള്ളതും ആ ഡിഫറെൻറ്റ് ടൈപ്സും അവിടെ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങളിവിടെ പഠിക്കേണ്ടത് മെയിനായിട്ട് ലീഡർഷിപ്പ് തിയറീസ് ആണ്. ലീഡർഷിപ്പ് തിയറി എന്ന് പറയുമ്പോൾ ഈ 4 തിയറി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. എന്തൊക്കെയാണ്? ട്രൈറ്റ് തിയറി എന്താണെന്നുള്ളത് നോക്കുക. ബിഹേവിയറൽ തിയറീസ്, ആ ബിഹേവിയറൽ തിയറീസിൽ ഈ 4 പോയിൻ്റൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്താണ്? മാനേജീരിയൽ ഗ്രിഡ് എന്ന് വരാൻ ചാൻസ് അവിടെ കൂടുതലാണ്. അവിടെ അതിനാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ്. ബിഹേവിയറൽ തിയറിയിൽ മാനേജീരിയൽ ഗ്രിഡ് എന്താണെന്ന് ചോദ്യം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉള്ളതായി. ഇപ്പം നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ ലീഡർഷിപ്പിന് ട്രൈറ്റ് തിയറി 4 വന്നു. പിന്നെ ഇവിടെ വീണ്ടും കണ്ടിജൻസി തിയറിയാണ് വന്നത്. ഫീൽഡറിൻ്റെ. നിങ്ങൾക്ക് തീരെ ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ഒഴിവാക്കുക. കാരണം ഒട്ടും നിങ്ങൾക്കത് ബുദ്ധിമുട്ട് അല്ലാതെ ഫീൽ ചെയ്യുന്നു, പഠിച്ചിട്ട് എത്തുന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഡർഷിപ്പ് എന്താ നോക്കുക, ഡിഫറെൻറ്റ് ടൈപ്സ് അവിടെ മെയിനായി നോക്കുക. എന്തൊക്കെ കണ്ടന്റ് തിയറി ഉണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ ട്രേഡ് തിയറി ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞ മാനേജറിയൽ ഗ്രിഡും അതെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ഗ്രിഡെങ്കിലും ആ ഒരു പോയിന്റുകളൊക്കെ ഒന്നുകൂടെ നോക്കുക. പിന്നെ 2 മാർക്കിന് ബാക്കിയുള്ള കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നെക്സ്റ്റ് ഒരു പാത്ത് ഗോൾ തിയറി എന്താണെന്നുള്ളത് ഒരു 2 മാർക്കിന് മാത്രം നോക്കുക. റീസെൻ്റ് ആയിട്ട് വന്ന തിയറീസ് ആട്രിബ്യൂഷൻ തിയറിയാണ്, കറിസ്മാറ്റിക് ലീഡർഷിപ്പ്, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ട്രാൻസ്ഫോർമേഷനിൽ നോക്കുക, അതേപോലെ തന്നെ ട്രാൻസാക്ഷണൽ നോക്കുക. ഈ 2ഉം പലപ്പോഴും 2 മാർക്സിനൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നോക്കി നോക്കൂ. ലീഡർഷിപ്പ് എന്താണെന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓട്ടോക്രാറ്റിക്, ആ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിന്ന് മാക്സിമം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഏതെങ്കിലും ഒരു സ്റ്റൈല് മെറിറ്റ് ഡിമെറിറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കണ്ടന്റ് തിയറി എന്താ, ട്രേഡ് തിയറി എന്താ, ഇതിലെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ചോദിക്കാം. ഇവിടെ മാനേജറിയൽ ഗ്രിഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ അതൊക്കെ വരാൻ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യൻസ്. ബാക്കി ഞാൻ ഇടയിൽ വിട്ടുപോവല്ല, ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തൊന്നും നിങ്ങൾ കാര്യമായി നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ട്രേഡ് തിയറി ജസ്റ്റ് നോക്കുക, ബിഹേവിയറൽ തിയറീസ് അങ്ങനെ ആ ഒരു കണ്ടന്റ് തിയറീസ് എന്താണെന്നുള്ളത് മാത്രം അവിടെ നോക്കിപ്പോയി, അതിലൊന്നും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ മെയിനായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റുകൾ മാത്രം ഒന്ന് കാര്യമായി ശ്രദ്ധിക്കുക. ഇവിടെ റീസെൻ്റ് അപ്രോച്ചസും ലീഡർഷിപ്പും ഡിഫറെൻറ്റ് ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 8ാമത്തെ ചാപ്റ്ററിൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ 2 മാർക്കിന് കണ്ടു. വാട്ട് ഈസ് സ്ട്രെസ്, ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു മീനിങ് ആൻഡ് ഡെഫിനേഷൻ നോട്ട് ചെയ്തോളാം. സ്ട്രെസ്സിൻ്റെ ടൈപ്സ് ഓഫ് സ്ട്രെസ് എന്ന് 2 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഏതായിരുന്നു ക്വസ്റ്റ്യൻ? യൂസ് സ്ട്രെസ് എന്താണെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ഡിസ്ട്രെസ്സോ അല്ലെങ്കിൽ ക്രോണിക് സ്ട്രെസ്സോ ഹൈപ്പർ സ്ട്രെസ്, ഹൈപ്പോ സ്ട്രെസ് അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ചോദിക്കാം. ഇനി അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രെസ് ചോദിക്കാം, അത് ചോദ്യം വരാൻ ധാരാളം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതെന്തായാലും എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കുക. കാരണം 9 പോയിന്റ് ഇവിടെ വരുന്നതുകൊണ്ട് എന്താണ് സ്ട്രെസ്, ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ അവിടെ കഴിഞ്ഞു. ഇനി 2 മാർക്കിന് ചോദിച്ചാൽ ജോബ് സ്ട്രെസ് എന്താണെന്നുള്ളത്. ജോബ് സ്ട്രെസ്സിൻ്റെ കോസ്, എന്തുകൊണ്ടാണ് ജോലിയിൽ നമുക്ക് ഇത്രത്തോളം സമ്മർദ്ദം അനുഭവപ്പെടുന്നത് എന്നുള്ളത് ചോദ്യം വരാം. പിന്നെ ഈ വർക്ക് സ്ട്രെസ്സിൻ്റെ കോൺസിക്വൻസസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ചോദ്യം വന്നതാണ്. എന്താണ് വർക്ക് സ്ട്രെസ്സ് കൂടുതൽ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ. അപ്പോൾ അത് ഓൾറെഡി ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി ഓർഗനൈസേഷൻ സ്ട്രെസ് എന്താ ചോദിക്കാം, അതിൻ്റെ കോസും. ഇനി 2 മാർക്സിന് നമുക്ക് ചോദിക്കാം വാട്ട് ഈസ് സ്ട്രെസ് മാനേജ്മെൻറ്റ്.
2 മാർക്സിനാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്, എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ അത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് എന്തായിട്ട് പറയാം, ഒരു എസ്സേ ആയിട്ട് ചോദിക്കാം, 5 മാർക്കിനും ചോദിക്കാം, എസ്സേ ആയിട്ട് ചോദിക്കാം. ഇനി 2 മാർക്സിന് ചോദിക്കാം വാട്ട് ഈസ് കൗൺസിലിംഗ്, എന്തിനാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്, ടൈപ്സ് ഓഫ് കൗൺസിലിംഗ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. കാരണം കുറേയൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ ഇവിടെ തന്നെ നോക്കൂ, ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്താണെന്ന് എടുത്ത് ചോദിക്കുക 2 മാർക്കിന്, അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലിംഗ് എന്താണ്, കപ്പിൾസ് കൗൺസിലിംഗ് എന്താ, അത് ഏതെങ്കിലുമൊക്കെ ഒരു കൗൺസിലിംഗ് അങ്ങനെ വരാം. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നോക്കൂ, സ്ട്രെസ് എന്താണ്, മെൻ്റൽ സ്ട്രെസ്, ഇമോഷണൽ സ്ട്രെസ്, സ്ട്രെസ്, ഡിസ്ട്രെസ്, അക്യൂട്ട്, ക്രോണിക്, ഹൈപ്പർ, ജോബ് സ്ട്രെസ്. അപ്പോൾ നോക്കൂ 8 ക്വസ്റ്റ്യൻ വരയ്ക്കേണ്ട ഒന്നാമത്തെ എസ്സേ ക്വസ്റ്റ്യനിലെ പോയിന്റുകൾ വന്നു കഴിഞ്ഞു. കാരണം ആദ്യം ഞാൻ പറഞ്ഞു സ്ട്രെസ്സും ഡിഫറെൻറ്റ് ടൈപ്സും, ആ ടൈപ്സ് പഠിക്കുമ്പോൾ എല്ലാം ഇത് നമുക്ക് കിട്ടും. പിന്നെ ജോബ് സ്ട്രെസ് എന്താണ്, അതിനെങ്ങനെ മാനേജ് ചെയ്യാം, അതിൻ്റെ റീസൺസ് എന്താണ്, പിന്നെ മാനേജ്മെൻറ്റ് ജോബ് സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എസ്സേ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ആകെ 3 ടോപ്പിക്കേ ഇവിടെ വരുന്നുള്ളൂ, കൗൺസിലിംഗ് എന്താണെന്നുള്ളതും പിന്നെ അതിൻ്റെ ടൈപ്സും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഷോർട്ട് എസ്സേ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം ഞാൻ പറഞ്ഞ ഈ എസ്സേ ആയിട്ട് ഇത് പഠിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ അവിടെ എഴുതാൻ പറ്റുന്നതാണ്. ഇനി 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കോൺഫ്ലിക്റ്റ് എന്താണ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് തന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഡു യു മീൻ ബൈ കോൺഫ്ലിക്റ്റ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് പഠിക്കുക, കോൺഫ്ലിക്റ്റിൻ്റെ നേച്ചർ പഠിക്കുക, അതേപോലെ തന്നെ ടൈപ്സ് അല്ലെങ്കിൽ ലെവൽസ്, അത് പഠിച്ചാൽ തന്നെ ഈ ഒരു ചാപ്റ്റർ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ കോൺഫ്ലിക്റ്റും നേച്ചറും ഡിഫറെൻറ്റ് ടൈപ്സും അത് മാത്രം ഒന്ന് കാര്യമായി നോക്കുക. പിന്നെ അവിടെ ചാൻസ് കൂടുതൽ എന്തിനാണ് കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരാം, 2 മാർക്കിനൊക്കെ ചോദിക്കാം. പിന്നെ അക്കോമഡേറ്റിംഗ് എന്താണ്, കൊളാബറേഷൻ, കോംപ്രമൈസിങ് ഒക്കെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കൺഫ്രണ്ടേഷൻ എന്താണ്, ഇങ്ങനത്തെ കുറച്ച് ടേമുകൾ മാത്രം നോക്കുക. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഇൻട്രാ ഇൻഡിവിജ്വലും ഇൻ്റർപേഴ്സണലും ഈ ഒരു ഇത് മാത്രം കാര്യമായി കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് ഒന്ന് കാര്യമായിട്ട് തന്നെ നോട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടുന്ന് എസ്സേയിൽ ചോദിക്കുകയാണെന്ന് വെച്ചാലും എന്താണ് കോൺഫ്ലിക്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ്, അതേപോലെ വേരിയസ് റെസൊല്യൂഷൻസ് എന്താ, ഇത്ര മാത്രം നോക്കിയാൽ മതി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. 10ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയെന്ന് വെച്ചാൽ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്. ഇതും 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്. 2 മാർക്കിന് നോട്ട് ചെയ്തോളാം. അതിൻ്റെ ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും ഒക്കെ ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ട്. അതിൻ്റെ നീഡ്, സ്റ്റെപ്സ്, ഇതൊന്നും ഒഴിവാക്കാനില്ല, ഇതെല്ലാം പഠിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് എന്താണ്, നേച്ചർ, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, നീഡ്സ്, അതേപോലെ തന്നെ സ്റ്റെപ്പ് അത്രയും കഴിഞ്ഞ് തന്നെ വലിയൊരു ഭാഗം അവിടെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ടെക്നിക്കാണ് ഇമ്പോർട്ടൻ്റ്. ഓഡിയുടെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ട കാര്യമുള്ളൂ. കാരണം നിങ്ങൾ പല ഇതിലായിട്ട് പഠിച്ചതാണ്. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് കൊടുക്കാം, മാനേജറിയൽ ഗ്രിഡ് ഞാൻ ഓൾറെഡി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ആ തിയറി പറയുന്ന സമയത്ത് തന്നെ കണ്ടന്റ് തിയറീസും പ്രോസസ് തിയറി ഒക്കെ പറയുമ്പോൾ തന്നെ അതിൽ വരുന്നതൊരു സംഭവമാണ് മാനേജറിയൽ ഗ്രിഡ്. അപ്പോൾ ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ സെൻസിറ്റിവിറ്റി, മാനേജറിയൽ ഗ്രിഡും, സർവേ, ഫീഡ്ബാക്ക് എടുക്കുക, പിന്നെ പ്രോസസ് കൺസൾട്ടേഷനാണ്, തേർഡ് പാർട്ടി പീസ് കീപ്പിംഗ്, ടീം ബിൽഡിങ്, അതേപോലെ തന്നെ MBO ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതുകൊണ്ട് വരാൻ സാധ്യത ഉണ്ട്. MBO എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാൻ, ഫീച്ചേഴ്സ്, അങ്ങനെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്നത് എന്താണ് ഈ ഓഡിയുടെ ബെനിഫിറ്റുകൾ, ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റും അതിൻ്റെ ലിമിറ്റേഷനും, അങ്ങനെ മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓഡി എന്താണ്, ബെനിഫിറ്റ്, ലിമിറ്റേഷൻ പറഞ്ഞാൽ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ നേച്ചറൽ ഫീച്ചേഴ്സ് പറഞ്ഞാൽ അങ്ങനെ വരാം. അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത് ചോദിക്കാം. അതിൻ്റെ ടെക്നിക്സ്. അപ്പോൾ ഓഡിയിൽ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കണം. കാരണം ഇത് ഒഴിവാക്കാൻ പറയാൻ പറ്റാത്തൊരു ചാപ്റ്ററാണ്. കാരണം ഇതിന്ന് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് എന്താ, സെൻസിറ്റിവിറ്റി എന്താണ്, MBO എന്താണ്, മാനേജറിയൽ ഗ്രിഡ് എന്താണ്, ഇതെന്തായാലും നാളെ പഠിച്ചു വയ്ക്കുക. ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, അത് നീഡ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ MBO, പ്രോസസ്സ്, ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്, അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിൽ തന്നെ എസ്സേയിൽ ചോദിക്കുമ്പോൾ കണ്ടില്ലേ ഓഡി എന്താണെന്നുള്ളതും ഇമ്പോർട്ടൻസ്, ടെക്നിക്സ് മാത്രമായി ചോദിച്ചിട്ടുണ്ട്. MBO എന്താണ് അതിൻ്റെ സ്റ്റെപ്സും. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇത് പഠിക്കേണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പറയാൻ പറ്റുന്നൊരു ടോപ്പിക്കല്ല. ചാപ്റ്റർ 11ലേക്ക് എത്തുമ്പം ഓർഗനൈസേഷണൽ ചേഞ്ച് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഓർഗനൈസേഷണൽ ചേഞ്ച്. അപ്പോൾ അതെന്തായാലും നോട്ട് ചെയ്യുക, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ടൈപ്സ്.
എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണെന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം. ടെക്നോളജി മാറും, മെത്തേഡ് മാറും, പ്രോസസ്സ് മാറും, സിസ്റ്റം മാറും, സ്ട്രക്ചർ മാറും അല്ലേ. പിന്നെ അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ്, ഇത് എസ് എ ക്വസ്റ്റൻ ആണ്. ഓർഗനൈസേഷണൽ ചേഞ്ചിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചോളുക. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എസ് എ ക്വസ്റ്റൻ ആണ്. പിന്നെ ഒരു 2 മാർക്കിന് വരാം ചോദ്യം. എന്താ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കാം. അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ റെസിസ്റ്റൻസ്, മാറാനുള്ള ബുദ്ധിമുട്ട്, ഓർഗനൈസേഷന് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം, ഇത്രയാണ് അവിടെ പറയുന്നത്. പിന്നെ 2 മാർക്കിന് ചോദിക്കും വാട്ട് ഈസ് പ്ലാൻഡ് ചേഞ്ച്. അത് ഇതുവരെ കാണാത്ത ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ സാധ്യത കൂടുതലാണ്. എന്തിനാണ് പ്ലാൻഡ് ചേഞ്ച്? നമ്മൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ആ പ്ലാൻഡ് ചേഞ്ച് എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നും എങ്ങനെയാണ് ചേഞ്ചിനെ മാനേജ് ചെയ്യേണ്ടത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. മാനേജ്മെൻറ്റ് ഓഫ് ചേഞ്ച് എങ്ങനെയാണെന്നുള്ളത്, ചേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യുക, ഡയഗ്നോസ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ചേഞ്ചിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കുറേ തന്നെ കാണുന്നൊരു പ്രോസസ്സ് തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ അത് എളുപ്പമായിരിക്കും. അതിൻ്റെ റിവ്യൂ ക്വസ്റ്റ്യൻസ് ഇവിടെ നോക്കൂ. ഓർഗനൈസേഷൻ ചേഞ്ചും പ്ലാൻഡ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 3 ടേം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗനൈസേഷൻ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി പ്ലാൻഡ് ചേഞ്ചും റെസിസ്റ്റൻസ് ടു ചേഞ്ചും ചോദിക്കാം. അതിൻ്റെ ടൈപ്സ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, റീസൺ എന്താണ്, സ്റ്റെപ്സ് എന്തൊക്കെയാണ്. ഇവിടെ എസ് എയിൽ ചോദിക്കുമ്പോഴും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആണ് മെയിനായിട്ട് അതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അത് ജസ്റ്റ് നോക്കണ്ട. OB എന്താണെന്ന് ചോദിച്ചു, പേഴ്സണാലിറ്റി, പെർസെപ്ഷൻ, ഗ്രൂപ്പ്, ഓർഗനൈസേഷൻ ബിഹേവിയർ, പേഴ്സണാലിറ്റി ട്രേറ്റ്, ഗ്രൂപ്പ് നോംസ്, ലേണിംഗ്, ഫിസിയോളജിക്കൽ നീഡ്സ്, ലീഡർഷിപ്പ്, ഗ്രൂപ്പ് കൊഹസീവ്നെസ്, മോട്ടിവേഷൻ, ഫോർമൽ ഗ്രൂപ്പ്, സ്ട്രെസ്, കോൺഫ്ലിക്റ്റ്. ഇത്രയും ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ച ഈ 15 ക്വസ്റ്റ്യനും നിങ്ങളുടെ 2 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അത്രേ നമുക്ക് കിട്ടാനുള്ളൂ. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിലത്തെ എല്ലാ ക്വസ്റ്റ്യനും അതിൽ വന്നതാണ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി അതേപോലെ തന്നെ ഇവിടെ നോക്കൂ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നേച്ചർ, സ്കോപ്പ്, OBയുടെ ഈ ക്വസ്റ്റ്യൻ വന്നതാണ്. ഗ്രൂപ്പിൻ്റെ ഫീച്ചേഴ്സ്, പേഴ്സണാലിറ്റി ഫോർമേഷൻ സ്റ്റേജസ്, മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ്, നീഡ് ഹൈറാർക്കി, സക്സസ്ഫുൾ ലീഡറുടെ ക്വാളിറ്റീസ്, അതേപോലെ മാനേജ്മെൻറ്റ് ഷുഡ് അഡോപ്റ്റ് സർട്ടൻ പോസിറ്റീവ് പ്രോഗ്രാംസ് ആൻഡ് ആക്ഷൻസ്. അതായത് കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രാമും ആക്ഷനൊക്കെ എടുക്കാം. അതെങ്ങനെ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് എന്ത് മെഷറാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക ഈ കോൺഫ്ലിക്റ്റിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതേപോലെ ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റിൻ്റെ റീസൺ. ഇതിൽ നമുക്ക് 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇതിൽ 6 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു, നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞു. ഇനി എസ് നോക്കൂ, ഗ്രൂപ്പ് എന്താണ്, ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ്, സ്ട്രെസ്സ്, ഇത് ക്വസ്റ്റ്യൻ വന്നു, ലീഡർഷിപ്പ് സ്റ്റൈൽ ക്വസ്റ്റ്യൻ വന്നു, കോൺഫ്ലിക്റ്റും വന്നു. ഇത്രയും വന്നതാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും പറയാനില്ല. ഇത്രയും പോയിന്റുകൾ എനിക്ക് തോന്നുന്നു പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കി പോകാൻ പറ്റുന്ന ഒരു ഭാഗം ആ പ്രോസസ് തിയറിയും കണ്ടന്റ് തിയറിയുടെ ആ ഒരു ഭാഗമാണ്. അതിൽ തന്നെ ഓരോ തിയറി എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. പക്ഷെ വല്ലാണ്ട് LMX കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. അതിൻ്റെ ഒരു ലീഡർ മെമ്പർ പറഞ്ഞിട്ട് കുറേ പോയിന്റുകൾ വരുന്ന അതൊന്നും നിങ്ങൾ വല്ലാതെ പഠിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. ആ മെയിൻ തിയറി മാത്രം എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് OBയിൽ പറയാനുള്ളത്. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ മെജോറിറ്റി ഇനി പറയുന്നത് പറഞ്ഞാൽ പ്രധാനമായും നമുക്ക് 1-ാം തീയതി എക്സാമാണ്. ഇനി നമ്മുടെ മുമ്പിൽ 4 ദിവസങ്ങളുണ്ട്. അപ്പോൾ ഏകദേശം 11 ചാപ്റ്ററാണ് നിങ്ങൾക്ക് വരുന്നത്. ഒരു ദിവസം ഒരു 3 ചാപ്റ്റർ ഞാനിപ്പോൾ എടുത്ത ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അങ്ങനെയെങ്കിലും പഠിക്കുകയാണെങ്കിൽ 3 ചാപ്റ്റർ മാത്രം ഒരു ദിവസം പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് 4 ദിവസം കൊണ്ട് വളരെ ഈസി ആയിട്ട്, ഇനിയും പഠനം തുടരാത്ത ആളുകളുണ്ടെങ്കിൽ ആ രീതിയിലെങ്കിലും ഒന്ന് പഠിച്ചു തുടങ്ങുക. അത്രയും ഇമ്പോർട്ടൻ്റ് പറയുന്ന കാര്യങ്ങൾ മാത്രം നോക്കിപ്പോയാലും മതി. ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പാസ്സാവാനുള്ള, എങ്ങനെ പോയാലും ഒരു 50 to 60-ൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ, ഞാൻ ഈ പറഞ്ഞ ടിപ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിടാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ വീഡിയോ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ മെസ്സേജ് ചെയ്താൽ ഞാനതിന് റിപ്ലൈ തരാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക്